കൃഷിയിടത്തിലെ ശല്യക്കാരായ കീടങ്ങളെ പിടികൂടാൻ മഞ്ഞ നീല കളറിലുള്ള ട്രാപ്പ്. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് നമ്മുടെ കൃഷിയിടത്തിൽ പല ഭാഗങ്ങളിലായിട്ട് വെച്ചു കൊടുക്കണം. നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിലെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തൈകളൊക്കെ 4 ഇലക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉബ്രായി വന്ന സമയത്ത് പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് മണ്ണ് കുറവാണ്. തൊട്ട് പുറത്തുനിന്ന് പൊടിമണ്ണില്ലേ, ഈ പൊടിമണ്ണ് എടുത്തിട്ട് ഈ സൈഡ് കൂടിയ മണ്ണിറക്കി കൊടുക്കണം. ഈ ഒരു സംഭവം ഇനി നല്ലൊരു പണിയാണ്. കാരണം ഈ കാണുന്ന ഇത്ര ഏരിയയിൽ നമ്മൾ തൈ വെച്ചല്ലോ, ഏകദേശം നമുക്ക് വിത്ത് മുളപ്പിച്ചിട്ട് കിട്ടിയ തൈകൾ 2000 ചോടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും തൈകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ മണ്ണ് ഇങ്ങനെ കയറ്റി കൊടുക്കണം. ഇപ്പോൾ അടുത്ത 2-3 ദിവസം കൊണ്ടൊക്കെ ആയിട്ട് പരിപാടി കഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പാടാണ്. ചിലപ്പോൾ കാറ്റൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തൈകൾക്ക് അത് ഒടിഞ്ഞു പോകാനോ മറ്റുള്ളൊക്കെ ബുദ്ധിമുട്ട് വരാനും ചാൻസ് ഉണ്ട്. ചില സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും മോട്ടർ ഇട്ട് കൊടുക്കണോ, വെള്ളം ഇങ്ങനെ വേണോ എന്നുള്ളത്. രാവിലെ നമ്മൾ മോട്ടർ ഇടും കുറച്ച് നേരം, ഒരു മണിക്കൂറിൻ്റെ അടുത്ത്. പിന്നെ അത് കഴിഞ്ഞാൽ വൈകിട്ടും മോട്ടർ ഇട്ടും. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ല പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, വേറെ നിൽക്കുമ്പോൾ തന്നെ നീങ്ങി പോണത്. ഇതൊക്കെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാനുണ്ട് ഇതിലൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള വിത്ത് നമ്മൾ പാകിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡ്രൈ ആയിട്ടുള്ള വിത്ത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് അങ്ങനെയും പാകിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും മുള പൊട്ടി വരാനായിട്ടില്ല. ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ അപ്ഡേഷന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളൂ. ചില ഏരിയകളൊക്കെ പോണ സമയത്ത് ചെക്ക് ചെയ്യണം, വെള്ളത്തിൻ്റെ കുറവുണ്ട്, ഡ്രിപ്പ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ. വെള്ളം വരുന്നുണ്ട്. പിന്നെ ഓവറായിട്ട് നമുക്കിത് വലിച്ചിട്ട് ഇങ്ങോട്ട് വെക്കാൻ പറ്റില്ല. രാത്രി പാടത്ത് നായ്ക്കൾ ഇറങ്ങിയിട്ടേ ഈ പൈപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കിട്ടാനും വേണ്ടിയിട്ട് അത് കടിച്ചുവിടാനില്ല. ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ചില ഏരിയയിൽ നമുക്ക് വെള്ളം കിട്ടണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പൈപ്പ് ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചു വെച്ച് കൊടുത്താൽ മതി. ഡ്രിപ്പിൽ വെള്ളം വരുന്നുണ്ടല്ലേ. നാളെ മുതൽ റമദാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെയിലായി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കലും നടക്കില്ല. ഇതുവരെ നമ്മൾ പണിയെടുത്തിരുന്ന പോലെ പണിയെടുക്കലൊക്കെ റിസ്ക് ആയിരിക്കും. രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് നമ്മൾ പണികളൊക്കെ കഴിക്കണം. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച കുറ്റികളായിരുന്നു. ഈ സൈഡിലൊക്കെ പൈപ്പ് വലിച്ച് കെട്ടാനും വേണ്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കുറ്റികളെ നമ്മൾ സെൻറ്റർ പൊളിച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. സുഹൃത്ത് അക്ബർ രാവിലെ തോട്ടത്തിൽ വന്ന സമയത്ത് തന്നെ അക്ബർ ഇത് കണ്ടപ്പോഴും മണ്ണിട്ട് കൊടുത്തോണ്ടിരിക്കുക. മനസ്സിലായി. അതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ തോട്ടത്തിലെ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫിൽറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ചെറിയ ഹോളുകളല്ല, നൈസായിട്ടുള്ള ഹോളുകളായിരിക്കും നമ്മുടെ ഈ പൈപ്പിനുണ്ടായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇതിനകത്ത് കച്ചറ വന്നു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ അത് വരാതിരിക്കാനും വേണ്ടിയുള്ള ഫിൽറ്ററാണ് ഇവിടെ ഉള്ളത്. നല്ല വെച്ചിട്ടുണ്ടല്ലേ. നമ്മൾ കിണറ്റിൽ നിന്നുള്ള വെള്ളത്തിൽ നമ്മൾ കരുതില്ല, കിണറ്റിലൊരു സാധനം ഇല്ല, നമ്മുടെ കിണർ ക്ലീൻ ആണെന്നുള്ള നമുക്ക് എല്ലാവർക്കും ഉള്ള തോന്നലാണ്. പിന്നെ നമ്മൾ ഇന്നലെ വളം കൊടുത്തിരുന്നു. വളം കൊടുത്തതും ഒക്കെ കൂടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളം തന്നപ്പോൾ ലിക്വിഡ് വളമല്ലോ കൊടുത്തത്. ലിക്വിഡാണ്, പൗഡർ ഒന്നും കൊടുത്തില്ല. ഇല്ല, ലിക്വിഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എത്ര ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യണ്ടേ? 2 ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്താൽ അത്രയും നല്ലതാണ്. ഇതിൽ പോയി സാധനം ഇല്ല. ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് ഇത് നമ്മൾ ക്ലീൻ ആക്കുന്ന ഒരു രൂപമാണ്. മറ്റേ നമ്മൾക്ക് കൈ ഇത്ര 2 കള്ളി വരെ പോകുള്ളൂ. ഇതിൽ 5 കള്ളി ഫ്രീ ആവും. ഓക്കെ, നമ്മൾ ഈ ബ്രഷാണ് ഉപയോഗിച്ചിട്ട് 2 സൈഡ് കഴിഞ്ഞാൽ 3 കള്ളി അങ്ങോട്ട് 3 കള്ളി കൊണ്ട് കിട്ടും. ഈ ഫിൽറ്റർ സാധനം നമ്മൾ കൗത്തി വെക്കാന്ന്, നമ്മൾ മേലെ കൂടി വെക്കാന്നറിയില്ലേ, അത് ഇഷ്ടം മതിക്കാണ് തരില്ല. കച്ചറ പോലെ. അപ്പൊ ശരിക്കും ഇത് വെക്കേണ്ട സിസ്റ്റം അടിക്കായിട്ടാണ്. അടിക്കായിട്ടാണ് ശരിക്കും നമ്മൾ മേലെ കൂടെ അങ്ങനെ വരണം. എന്നിട്ട് അടിക്കായിട്ട് വെക്കണം. നമുക്കിപ്പോ എന്താ സംഭവിച്ചാൽ നമുക്ക് ധൃതി കൂടിയതാണ്, എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അന്ന് വിത്ത് കുത്തണം തന്നെയാണ്ട് ആ സംഭവത്തിൽ ഉണ്ടായതാണ്. ശരിക്കും ഇത് ഇങ്ങനെയല്ല വെക്കരുത്, നേരെ തിരിച്ചു വെക്കണം. ഇത് അവിടെ നിൽക്കും, ഈ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് ഇവിടെ നിൽക്കുള്ളൂ. ഇവിടെ അപ്പുറത്തേക്ക് ഇത് പോകില്ല. എന്തായാലും കൈയിട്ടെടുക്കണം. നമ്മള് കൈ കൊണ്ടിട്ട് ചെറിയ അത് അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ ഇവിടെ. ഇതിൽ ചെറിയൊരു ലോക്കല്ല, ചെറിയൊരു പോയി നിന്നാൽ ഇങ്ങനെ തന്നെ ആക്കില്ലല്ലേ. ഇതിലെ ത്രെഡ് നോക്കിയാൽ മതി. ഈ കാണുന്ന ഒരു പാക്കിൽ 5 പീസാണല്ലോ. അങ്ങനെ ടോട്ടൽ 10 പീസ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ 1 ഏക്കറോളം വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ ആകെ വാങ്ങിയിട്ടുള്ള 10 പീസാണ്. ഇത് കൂടാതെ വേറൊരു ഐറ്റം കൂടി ഉണ്ട്. ഇത് നമ്മൾ വഴിയെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ സെൻറ്ററാണ്ട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 എണ്ണം കിട്ടും ഒരു പാക്കറ്റിൽ തന്നെ. ഇത് 5 എണ്ണം, ഇത് 5 എണ്ണം. അങ്ങനെ 10 സ്ഥലത്ത് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് യെല്ലോ കളർ എന്ത് ചെയ്യാം, 10 സ്ഥലത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 20 സ്ഥലത്താണ് നമുക്ക് ഇത് വെക്കാൻ പോകുന്നത്. ഇതുപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ ഭാഗത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്, ഇടവിട്ട് യെല്ലോ ബ്ലൂ കളറൊക്കെ ആയിട്ട് വെച്ച്. സെൻറ്റർ ഭാഗത്തും അതേപോലെ തന്നെ ഇവിടൊക്കെ വെച്ച്. അതുപോലെ ആ കാണുന്ന എൻഡിലുണ്ടല്ലോ, അങ്ങനെ അവിടെയും വെച്ച്. ആദ്യമായിട്ടാണ് നമ്മൾ കൊമേഴ്ഷ്യൽ രീതിയിൽ ഇത്തരത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി കാഴ്ചകൾ നാളെ.